നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ഞാൻ കവിത കണ്ണൻ. ക്ഷമയിലേക്കുള്ള വഴി ഏതാണ്? ഇതാണ് ഇന്നത്തെ ശുഭദിന ചിന്ത. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. ചേമ്പില കുമ്പിൾ കുത്തി വെള്ളമെടുക്കാനായി എത്തിയതായിരുന്നു ആ ബുദ്ധശിഷ്യൻ. പുഴ ഓവുവെള്ളം പോലെ കലങ്ങി കിടക്കുന്നു. തിരികെ വന്ന് ശിഷ്യൻ ബുദ്ധനോട് പരാതി പറഞ്ഞു. വെള്ളം കലങ്ങി മറിഞ്ഞു കിടക്കുകയാണ്, അതിനാൽ വെള്ളമെടുത്തില്ല. ബുദ്ധൻ മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കെന്തിനാണ് ഇത്രയും തിടുക്കം? ശാന്തമായിരുന്നാൽ തെളിയാത്ത ഏത് ജലരാശിയാണുള്ളത്? ശിഷ്യൻ പുഴയോരത്ത് കാത്തിരുന്നു. പുഴയോരത്ത് ഇലയടിഞ്ഞു, ചേറടിഞ്ഞു. വീണ്ടും പുഴ അതിൻ്റെ ആദ്യ ശുദ്ധിയിൽ ഒഴുകി തുടങ്ങി. എളുപ്പമല്ല ക്ഷമയിലേക്കുള്ള വഴി. ആ വഴി കണ്ടെത്തുന്നവർക്ക് മാത്രമേ പുഴ തെളിയുവോളം കാത്തിരിക്കാനാകൂ. അല്ലാത്തവർ കലങ്ങിയ പുഴയെ ഓർത്ത് വ്യാകുലപ്പെട്ടും പരാതിപ്പെട്ടും ശിഷ്ടകാലം കഠിനമാക്കും. ജീവിതത്തിലും ആർത്തലച്ചു പെയ്യുന്ന മഴയും ഇടിവെട്ടും വെള്ളപ്പൊക്കവും ചുഴിയും കലക്കലും എല്ലാം ഉണ്ടാകും. പക്ഷേ ശാന്തമായി ക്ഷമയോടെ കാത്തിരുന്നാൽ തെളിയാത്ത ഒരു പുഴയുമില്ല. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. നമുക്ക് കാത്തിരിക്കാം പ്രതീക്ഷയോടെ. ശുഭദിനം.